എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശ്. അധ്യായം 14 വിദസ്താദി തീർത്ഥങ്ങൾ. അങ്ങനെ നമ്മുടെ നാരദ മഹർഷി യുധിഷ്ഠിരനോട് എല്ലാ തീർത്ഥങ്ങളെ കുറിച്ചും നന്നായി തന്നെ വർണ്ണിച്ചു പറയുന്നു. ദശാവതാരങ്ങളിൽ ഒരാളായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹത്തിനു ശേഷം അവരുടെ രക്തത്താൽ പഞ്ചഹൃതങ്ങൾ സൃഷ്ടിച്ച് തന്റെ പിതൃക്കൾക്ക് സമർപ്പിച്ചു. സന്തുഷ്ടരായ പിതൃദേവാദികൾ വേണ്ട വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ഭഗവാൻ ഭാർഗവരാമനോട് പറഞ്ഞു. ക്ഷത്രിയ നിഗ്രഹത്താൽ തന്നിലുണ്ടായ എല്ലാ പാപങ്ങളും നീങ്ങണമെന്നും വീണ്ടും തപോസിദ്ധി കൈവരണമെന്നുള്ള വരം ഭാർഗവരാമൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിതൃഭക്തിയാൽ തപോവലം വർദ്ധിക്കുമെന്നും ക്ഷത്രിയ നിഗ്രഹത്തിന്റെ പാപം ബാധിക്കുകയില്ലെന്നും പിതൃക്കൾ ഭാർഗവരാമനെ പരശുരാമനെ അനുഗ്രഹിച്ചു. മാത്രമല്ല, രക്തനിർമ്മിതമായ പഞ്ചഹൃതങ്ങളും പുണ്യതീർത്ഥങ്ങളായി തീരുമെന്നും അതിൽ തർപ്പണം ചെയ്യുന്നവൻ പിതൃപ്രീതി സമ്പാദിക്കുമെന്നും പിതൃദേവാദികൾ അരുളി ചെയ്തു. ബ്രഹ്മനിഷ്ഠയോടുകൂടി പഞ്ചഹൃതങ്ങളിലും സ്നാനം ചെയ്ത് പരശുരാമ പൂജ നിർവഹിച്ച പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ച് ബഹു സുവർണക ഫലം നേടും. രാമഹൃതത്തിനരികിലായി നിലകൊള്ളുന്ന തീർത്ഥമാണ് വംശമൂലം. വംശത്തിന് മേൽഗതി നൽകുന്ന ഈ തീർത്ഥത്തിലെ സ്നാനത്തിനു ശേഷം കായശോധനത്തിൽ സ്നാനം ചെയ്താൽ ദേഹശുദ്ധി ഉണ്ടാവുകയും ശ്രേഷ്ഠ ലോകങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യാം. ഇവിടെ നിന്നും ലോകാധാര തീർത്ഥത്തിലും ശ്രീ തീർത്ഥത്തിലും സ്നാനം ചെയ്യേണ്ടതുണ്ട്. സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കപ്പെടാൻ ശ്രീ തീർത്ഥ സ്നാനം സഹായിക്കുന്നു. സഹസ്രഗോദാന ഫലം നൽകുന്ന കപിലാ തീർത്ഥവും അഗ്നിഷ്ടാമ ഫലം നൽകി സൂര്യലോകപ്രാപ്തി കൈവരിക്കാനാകുന്ന സൂര്യതീർത്ഥവുമാണ് അടുത്തതായി ദർശിക്കേണ്ടത്. ശേഷം ശോഭവന തീർത്ഥത്തിലെത്തി സ്നാനം ചെയ്യണം. സഹസ്രഗോദാന ഫലം നൽകുന്ന ഈ സ്നാനത്തിനു ശേഷം മികച്ച വീര്യം കരഗതമാകുന്ന ഗംഗാതീർത്ഥ സ്നാനം ചെയ്യണം. ഗംഗാതീർത്ഥ ദർശനാന്തരം എത്തിച്ചേരേണ്ടത് സരസ്വതിയിലാണ്. പിന്നെ ബ്രഹ്മലോകപ്രാപ്തി ഉണ്ടാകുന്ന ബ്രഹ്മവർത്തത്തിൽ സ്നാനം ചെയ്യണം. പിതൃദേവാദികളുടെ സാന്നിധ്യം സദാ കാണപ്പെടുന്ന സുതീർത്ഥമാണ് അടുത്ത സ്നാനഘട്ടം. ഇവിടെ മുങ്ങി നിവർന്ന് പിതൃപൂജ അനുഷ്ഠിച്ചാൽ അശ്വമേധപ്രാപ്തി കൈവരും. സുതീർത്ഥത്തിനരികിലാണ് മാതൃതീർത്ഥം. ഇവിടെ സ്നാനം ചെയ്യുന്നവന് സന്താനവർദ്ധനവും സ്വർഗപ്രാപ്തിയും ഉണ്ടാകുന്നു. മാതൃതീർത്ഥത്തിൽ നിന്നും പിന്നീട് എത്തേണ്ടത് ശീതവനത്തിലാണ്. ദർശന മാത്രയിൽ തന്നെ വിശുദ്ധി പ്രദാനം ചെയ്യുന്ന ദണ്ഡൈകം എന്ന പുണ്യതീർത്ഥത്തിലെത്തി ക്ഷൗര കർമാദികൾ അനുഷ്ഠിച്ച ശേഷം സ്നാനം നിർവഹിക്കണം. ദണ്ഡൈകത്തിനടുത്താണ് സ്നാതലോകാർത്തിഗ്നം എന്ന ശ്രേഷ്ഠ തീർത്ഥം. ഇവിടെ സ്നാനം ചെയ്താൽ ഏവർക്കും ശ്രേഷ്ഠഗതി പ്രാപ്തമാകുന്നു. ഇവിടെ നിന്നും അടുത്ത യാത്ര സ്വർണ ലോപാമ നയന തീർത്ഥത്തിലേക്കാവണം. ഇവിടെ പ്രാണായാമം നിർവഹിക്കുന്ന വിപ്രന്മാർ പരമഗതി അടയുകയും അതിനരികെയുള്ള ദശാശ്വമേധത്തിൽ മുങ്ങി നിവർന്ന ഇതേ അനുഭവം തന്നെ സിദ്ധിക്കുകയും ചെയ്യും. വിദസ്താദി തീർത്ഥത്തെക്കുറിച്ചുള്ള ബാക്കി വർണ്ണനം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നമസ്തേ, നന്മ വരട്ടെ.